അമ്പരിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ US പ്രസിഡന്റ് ട്രംപ് നടത്തിയിരുന്നു. പക്ഷേ ട്രംപിന്റെ വെളിപ്പെടുത്തലായതിനാൽ സംശയത്തോടെയാണ് അതിനെ ലോകം സ്വീകരിച്ചത്. 2020 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന വിവരങ്ങൾ ചോർത്തിയെന്നാണ് ട്രംപ് ആരോപിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡേറ്റ ചോർച്ചയാണ് ഉണ്ടായതെന്നും ട്രംപ് പറഞ്ഞു. ചൈന നിയമവിരുദ്ധമായി 22 കോടി US വോട്ടർമാരുടെ വിവരങ്ങൾ കൈക്കലാക്കുകയെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. 2020 തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ടത് ഇക്കാരണത്താലാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ വെളിപ്പെടുത്തുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉടൻ പരസ്യപ്പെടുത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. നിലവിലെ വോട്ടിംഗ് സംവിധാനം അട്ടിമറിക്കാൻ കഴിയുന്നതാണെന്നും വോട്ടിംഗ് രീതിയിൽ മാറ്റം വരുത്തണമെന്നും ട്രംപ് പറഞ്ഞു. ഇല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ ആരോപണങ്ങളെ ചൈന തള്ളിക്കളഞ്ഞു. മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്നും ചൈന പറഞ്ഞു. ഇപ്പോഴിതാ വീണ്ടും ട്രംപിന്റെ ആരോപണങ്ങൾ പൊളിഞ്ഞു വീഴുന്നു. ട്രംപിന്റെ സ്വാധീനത്തിലാണ് ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. ചൈന ഇടപെട്ടു എന്ന ട്രംപിന്റെ വാദത്തെ പിന്തുണയ്ക്കുന്ന തരത്തിൽ രഹസ്യാന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാൻ ട്രംപ് ഭരണകൂടം സ്വാധീനം ചെലുത്തിയിരിക്കാമെന്നാണ് മുൻ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. ട്രംപിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കനുസരിച്ചാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും അവർ കരുതുന്നു. ഈ റിപ്പോർട്ട് അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി തയ്യാറാക്കിയതാണ്. PRC റിപ്പോർട്ടിംഗ് ഫ്രം 2018-20 എന്ന പേരുള്ള ഈ റിപ്പോർട്ടിൽ 2020 തെരഞ്ഞെടുപ്പിൽ ട്രംപ് തോൽക്കണമെന്ന് ചൈന ആഗ്രഹിച്ചിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ ചൈന ശ്രമിച്ചിരുന്നുവെന്നും വിലയിരുത്തിയതായി MS നൗ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ രേഖ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം തയ്യാറാക്കിയ സമഗ്രമായ രഹസ്യാന്വേഷണ വിലയിരുത്തലല്ലെന്നാണ് മുൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. അവരുടെ അഭിപ്രായത്തിൽ ഈ രേഖ ഒരു വശത്തെ മാത്രം പിന്തുണയ്ക്കുന്ന പ്രാഥമിക രഹസ്യ വിവരങ്ങൾ പോലെയാണ്. വിഷയത്തിന്റെ എല്ലാ വശങ്ങളും ഇതിൽ പരിശോധിച്ചിട്ടില്ല. ആവശ്യമായ പശ്ചാത്തല വിവരങ്ങൾ നൽകിയിട്ടില്ല. ഇത് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ അന്തിമവും വ്യക്തവുമായ നിഗമനമാണെന്ന് പറയാനും കഴിയില്ലെന്നും അവർ പറയുന്നു. ഈ റിപ്പോർട്ടിൽ ഒരു വശത്തിന്റെ അഭിപ്രായം മാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു പ്രത്യേക ചോദ്യത്തിന് മറുപടി നൽകാൻ മാത്രമായി തയ്യാറാക്കിയ റിപ്പോർട്ടാണിത് എന്നാണ് തോന്നുന്നതെന്നും മുൻ ഉദ്യോഗസ്ഥർ പറയുന്നു. യുഎസിലെ ഏറ്റവും വിശ്വാസ്യത കുറഞ്ഞ പ്രസിഡന്റ് ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഡൊണാൾഡ് ട്രംപ് എന്ന് തന്നെയാണ്. നിലവിലെ റിപ്പോർട്ട് ട്രംപിന്റെ മാത്രമല്ല US സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ വിശ്വാസ്യത കൂടി തകർക്കുന്നതാണ്.